places I go make me feel tongue-tied. And I can see how people look down there on the inside. Here's where the story ends. ഒരു 15 വർഷത്തിനുള്ളിൽ 15 വർഷം എന്ന് പറയുമ്പോൾ എനിക്കൊരു 35 വയസ്സ്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. എന്റെ കല്യാണം കഴിഞ്ഞിരിക്കും കേട്ടോ. ചിലപ്പോ കൊച്ചുണ്ടായിരിക്കും, ചിലപ്പോ ഉണ്ടാവത്തില്ല. പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞിരിക്കും, ഞാനൊരു അപ്പാർട്ട്മെന്റിൽ ജീവിക്കുമായിരിക്കും, നമുക്ക് വേറൊരു വീടുണ്ടായിരിക്കും നാട്ടിൽ. ചിലപ്പോ ഞാൻ പുറത്തായിരിക്കും, ചിലപ്പോ അല്ലെ ഇവിടെ തന്നെ ആയിരിക്കും, ചിലപ്പോ. പക്ഷെ സാധ്യത ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുറത്താണ്. അപ്പൊ ചിലപ്പോ ഞാൻ പുറത്തായിരിക്കും. 15 വർഷം കഴിയുമ്പോൾ ഒബ്വിയസ്ലി എനിക്ക് 36 ആകുമ്പോഴേക്കും ഞാൻ നല്ല യങ് ആയിട്ടുള്ള അമ്മ ആയിരിക്കും കേട്ടോ. ഒരു 36 ആകുമ്പോഴേക്കും ഒപ്പീനിയൻ ഒരു 3 കുട്ടികളുണ്ടാകും. പിന്നെ ഞാൻ എൻ്റെ കരിയറൊക്കെ ബിൽഡ് ചെയ്തതൊരു ആക്ച്വലി ഞാൻ ഒരു ഡിഫൻസ് റിലേറ്റഡ് ജോബാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ അത് തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. എനിക്ക് ഉറപ്പ് തോന്നുന്നുണ്ട്. ട്രിപ്പൊക്കെ പോകാറുണ്ട്, അങ്ങനെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ആൻറ്റിമാരായിട്ട് ഞാൻ ട്രിപ്പൊക്കെ പോകും എന്ന് വെച്ചാൽ, പക്ഷെ നിങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് എന്താ വെച്ചാൽ പിള്ളേരൊക്കെ പോകുമ്പോൾ പിള്ളേരെയൊക്കെ ഞാൻ എന്താ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് മാത്രമായിട്ട് ട്രിപ്പൊക്കെ പോകും. അങ്ങനെയായി കുഴപ്പമില്ല, സെറ്റിൽഡ് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും. 15 ഇയേഴ്സിൽ പ്രോബബ്ലി 35 വയസ്സ് ഞാൻ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലായിരിക്കും. അഫ്കോഴ്സ് എനിക്ക് ഉറപ്പുണ്ട് ക്യാബിൻ ക്രൂവിൽ സെലക്റ്റായി എമിറേറ്റ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയർലൈൻസിൽ വർക്ക് ചെയ്യുമായിരിക്കും. കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം എൻ്റെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ആൾ അപ്പോഴും എനിക്ക് വന്ന് കാണത്തില്ലായിരിക്കും. ഇനി പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഞാൻ BTS വീണെ വല്ല കെട്ടത്തോളം ഇങ്ങനെ പോയാ എത്ര പേര് കാണും? ഇപ്പൊ തന്നെ ലിസ്റ്റ് കുറെ വലുതായി. ബോയ് ഫ്രണ്ട്സ് കാണും, പക്ഷേ ഇതൊന്നും കാണില്ല. അപ്പം 15 വർഷത്തിൽ ഓഫ്കോഴ്സ് എൻ്റെ എയർലൈൻസിൽ എനിക്ക് കിട്ടും. ഞാൻ ദുബായിലോ വല്ല സെറ്റിൽഡ് ആയിരിക്കും. കല്യാണം ഇല്ല. ഐ ബി ഹാപ്പി. ഇനി എന്താ PG ചെയ്യും. PG ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി എനിക്ക് കൈവരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഒരു 25-26 വയസ്സുള്ള എന്തായാലും എനിക്ക് ജോലി കാണും. പക്ഷെ അത് എന്തുമായിരിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും 28-നകത്ത് ഞാൻ സെറ്റിലാവും. മാരേജ് അല്ല, ഞാൻ ജോലി വാങ്ങിച്ചിരിക്കും. അതെന്താണെന്ന് ചിലപ്പോൾ ഒരു ഓൺട്രപ്രീനർ ആവാം, ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ആയിരിക്കാം, ചിലപ്പോൾ രണ്ടും ഇൻക്ലൂഡഡ് ആയിരിക്കാം. അങ്ങനെ ഡിസ്റ്റൻസ് നമ്മളെ ചേഞ്ച് ആക്കൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോ, നെവർ, ഒരിക്കലും ഇല്ല. സമ്മതിക്കാൻ പറ്റത്തില്ല. നമ്മള് മങ്കയത്ത് പോയി, നമ്മള് വർക്കല പോയി, പിന്നെ ഇവിടെ നമ്മള് പോയി. ഇത്രയൊക്കെ ഉള്ളു. നമ്മള് ശൊത്തിരിവട്ടം ചായ പിടിക്കാൻ പോയി. നിങ്ങളോടുള്ള എല്ലാം നല്ലതാണ്. എല്ലാ മെമ്മറീസ് നമ്മുടെ അടിപൊളിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേസ്, ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ. സോ മക്കളെ ഇതേതാ റീലാടാ. സോ ഇറ്റ് വാസ് നെവർ ദ പ്ലേസ്. കാരണം നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ 4 പേരും ആണെങ്കിലും അപ്പുറത്തെ ചായക്കട വരെ പോവുകയാണെങ്കിലും ഇറ്റ്സ് മെമ്മറേബിൾ ഫോർ us. പക്ഷേ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ ഫസ്റ്റ് മറ്റേ പോയ സ്ഥലം എന്തായിരുന്നു, ശിവ എന്തായിരുന്നു, ബ്രഹ്മോറിൽ പോയത്. ദാറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ പോകണം താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അന്ന് ഇവരുമായിട്ട് കുറച്ച് ഓക്വേർഡ് ആയിരുന്നു. എനിക്ക് മീൻസ് അത്ര കമ്പനി ഒന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ പണിക്കാരൊക്കെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് ഞാൻ ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു. പക്ഷെ ആ ഒരു സംഭവം പോയി അവിടെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്നാണ്
ഫോർ മീ. എനിക്ക് പണിക്കരുമായിട്ട് ശ്രീഷ്മയായിട്ട് ഒന്നുകൂടെ ബോൾഡ് ബിൽഡായത് അവിടം തൊട്ടായിരിക്കും. സോ അഫ്കോഴ്സ് ബ്രഹ്മോർ എനിക്ക് എൻ്റെ ഫേവറേറ്റ് മെമ്മറി. സെക്കൻഡ് വർക്കല. ഓ ശിവ അടിച്ചു. എനിക്ക് ശിവയെ പറ്റി സംസാരിക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ എല്ലാ മെമ്മറീസും ഫേവറേറ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബ്രൈമൂറിലാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷ നമ്മൾ ഇന്ന് പറഞ്ഞ് നാളെ പോയി. അതും പോയതോ എല്ലാവരും പറഞ്ഞു നമുക്ക് പോകാൻ പറ്റൂല, ബസ്സില്ല, പോയി. ബ്രൈമൂർ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ബ്രൈമൂർ. അതേപോലെ വർക്കല ഇതേപോലെ തന്നെ. മിന്നു ട്രിപ്പ് കഴിഞ്ഞാൽ മിന്നിനോ ട്രിപ്പ് ഇതായില്ല എന്ന് പറഞ്ഞു. ഒരു ദൈവമേ, ഒരു ട്രിപ്പ് പോയി പിന്നെ ഫുള്ള് ട്രിപ്പുകളായിരുന്നു. വർക്കല പോകുന്നു എല്ലാം. എനിക്ക് ബ്രൈമൂറും വർക്കലയായിരിക്കും എൻ്റെ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത്. ബ്രൈമൂറും ഭയങ്കര രസമായിരുന്നു, ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. നമ്മൾ ജീപ്പിൽ പോയ കാര്യങ്ങളും എല്ലാം നല്ല രസമായിരുന്നു, നല്ല മെമ്മറി ആയിരുന്നു. ബ്രൈമൂർ ഫസ്റ്റത്തെ കൊണ്ട് എനിക്ക് ബ്രൈമൂർ എന്ന് വെച്ചല്ലേ, കാരണം നമ്മൾ ഒട്ടും എന്ന് വെച്ചാൽ അത്രയും പ്ലാൻ ചെയ്ത് നമുക്ക് എത്ര എന്ന് വെച്ചാൽ നന്നായി മുടങ്ങിയതാണ്. ബസ്സൊന്നും കിട്ടാനില്ല, എന്നാൽ പോലും നമ്മൾ അത്രയും സോഷ്യലായിട്ടും എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത് നന്നായിട്ട് വർക്കല ഉണ്ടെങ്കിൽ പോലും ബ്രൈമൂർ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. നമുക്ക് അത്രയും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും നമ്മളെല്ലാം 4 പേര് ഒരുമിച്ചിലാക്കിയോണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ജീവിതത്തിലൊക്കെ മാറി മാറി കയറി അങ്ങ് പോകുമായിരുന്നു. ഈ ഒരു ഇപ്പൊ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഈ ഒരു ആഴ്ചയായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇവരുടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ പലരും പല വഴിക്കാണ്. ആക്ച്വലി ഞാൻ മിന്നുവിൻ്റെ അടുത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് അവിടെ കിട്ടിയാൽ ആക്ച്വലി എനിക്ക് ഇവരെ കളയാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ഒപ്പം വേണമെന്ന് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ സ്പേസ് ഞാൻ എപ്പോഴും പുതിയ ആൾക്കാർ വേണമെന്ന് ചിന്തിച്ചാൽ പോലും എനിക്കിനിപ്പോൾ ബേസിക്കലി എൻ്റെ കരിയർ ഫോക്കസ് ചെയ്ത് വലിയ ഫ്രണ്ട്സൊന്നും വേണ്ടെന്ന് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ആവശ്യത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇനിയും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ഇവർ തന്നെ മതി. ഇവരെ തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു എന്ന് വെച്ചാൽ വർഷത്തിലാണെങ്കിലും ഇവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ട് അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയാൽ മതി എന്നേ ഉള്ളൂ. 2 ആഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കി അത്ര. ഞാൻ ശരിക്കും ഒന്നും മിസ് ചെയ്യുന്ന ടൈപ്പ് മനുഷ്യനല്ല. എനിക്കൊന്നും മിസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മിസ് ചെയ്യൂലെന്നാണ്. ഞാൻ വീട്ടുകാരുമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവരെ മതി, വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചിലപ്പോൾ ഞാൻ ഇനി വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യുമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, പണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എനിക്ക് ആരും ഇല്ലല്ലോ, അങ്ങനെ ചിലപ്പോൾ മിസ് ചെയ്യുമായിരിക്കും. പക്ഷെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഞാൻ മിസ് ചെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല. ഓഫ് കോഴ്സ് അതെനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ഐലൻഡർ പറഞ്ഞു, അല്ലെങ്കിൽ ബിക്കോസ് എനിക്ക് കുറേ ലൈഫിൽ അത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ലൈക്ക് ഓ മൈ ഗോഡ്, ഗേൾസ് ഫ്രണ്ട്ഷിപ്പൊക്കെ ഇങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എനിക്ക് മിസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് മിസ് ചെയ്യും. എനിക്ക് ശിവയില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങും, ശ്രീഷ്മില്ലാതെ ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കും, പണിക്കരില്ലാതെ എനിക്ക് റിയാലിറ്റി കാര്യം തരും. എനിക്കിത് ആലോചിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാര്യം കേട്ടോ, എനിക്ക് വിഷമം എപ്പോഴും വരാറുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമല്ലോ എന്ന് ഓർത്ത്. സോ മിസ്സസ് എന്ന് പറഞ്ഞാൽ ഐ ഡൈ ഫോർ യു ഗൈസ്. ഞാൻ ഇപ്പോഴും ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇത് തീർന്നു, ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത് ഞാൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും വരുന്നു പോകുന്നു. എനിക്കിങ്ങനെ ബാഗ് പാക്ക് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ഹിറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു മൈൻഡ് കിടക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഞാൻ എന്തായാലും തിരിച്ച് ട്രിവാൻഡ്രത്ത് വരും. അപ്പോൾ പിന്നെ അതും കൂടി കിടക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സംഭവമല്ല, ഹോസ്റ്റലിൽ ഇത്ര ആൾക്കാരെയായിരിക്കും ഞാൻ മിസ് ചെയ്യുക. നമ്മുടെ റൂമിനായിരിക്കും ഞാൻ മിസ് ചെയ്യുക. പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുക്കും. അഫ്കോഴ്സ് അവരെടുക്കും. ഇനിയിപ്പോ അമ്മ ഇല്ലാച്ചാലും അവരെടുക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അവര് നല്ലതാ, അവര് എന്റെ പിള്ളേർക്ക് നല്ല ആന്റീസ് ആയിരിക്കും. നിങ്ങളെയൊക്കെ ആന്റീസ് എന്നൊക്കെ വിളിക്കുമായിരുന്നു. ആന്റീസ് ആയിരിക്കും. മിന്നു ആന്റിയോ? മിന്നു ആന്റി, അമ്മു ആന്റി, ആന്റിന്നൊന്നും കേക്കണ്ട. മിന്നു അമ്മ. ദാറ്റ്സ് ക്യൂട്ട്.
ശ്രീശ്രീ അമ്മ അങ്ങനെ മതി. ശിവയുടെ നമുക്ക് എല്ലാവർക്കും പിള്ളേരുണ്ടാവുകയാണേലും എല്ലാരും അമ്മേന്ന് വിളിച്ചാ മതി. നിന്നെ അമ്മ, ശ്രീഷ്മി അമ്മ. അത് ഭയങ്കര ക്യൂട്ടല്ലേ? എനിക്ക് എന്താ വെച്ചാ, എനിക്ക് അവർക്കുമായിട്ടും എനിക്ക് ആഗ്രഹമുള്ള എന്താ വെച്ചാൽ, ഇനി എനിക്കൊരു പാർട്ട്ണർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നിങ്ങളുമായിട്ട് കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലപോലെ അറിയുന്ന ഒരാളായിരിക്കണം. പിന്നെ അത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേർക്ക് നിങ്ങളുടെ പിള്ളേരെ അറിയണം. അവർക്ക് നമുക്കൊരു ഫാമിലി ആയി ജീവിക്കാം അല്ലേ? ഞാൻ പറഞ്ഞിട്ട് നമുക്ക് സെയിം ബ്രദേഴ്സിനെ വല്ല കെട്ടാം. അതാവുമ്പോ എല്ലാം ഒരു വീടെടുക്കാം. 4 ബ്രദേഴ്സ് ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് 4 ഫ്ലാറ്റ് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. അപ്പൊ ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ കിടക്കുന്നില്ല, അമ്മേനെ വഴക്ക് പറഞ്ഞു. ഞാനെന്താ ശ്രീഷ്മി അമ്മയുടെ അടുത്ത് പോവാ. എന്റെ കൊച്ചുകൾ എന്നാ പിന്നെ ശ്രീഷ്മിയുടെ അടുത്ത് തന്നെയായിരിക്കും. അതെന്താ എന്റെ അടുത്ത് വരാത്ത? അവളാകുമ്പോ അവള് സമാധാനിപ്പിച്ചു വിടും. നമ്മളൊക്കെ ഇല്ല, എന്റെ അടുത്ത് വന്നാ ഞാൻ കളിയാക്കി. അങ്ങനെ തന്നെ പോലെ തന്നെ. ഓക്കെ. ഏറ്റവും മോസ്റ്റ് ആയിട്ട് സ്പെഷ്യസ് ആയിട്ട് എനിക്ക് ഹോസ്റ്റലിൽ കിട്ടിയൊരു 3 എണ്ണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാൻ വയ്യ. ഹോസ്റ്റലിൽ എനിക്ക് കിട്ടിയതിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഹോസ്റ്റലിൽ മാത്രമാണോ നിനക്ക് നമ്മളെ കിട്ടിയത്? ലൈഫിലൊന്നും നിങ്ങൾ കിട്ടിയത് ഹോസ്റ്റലിൽ നിന്നല്ലേ? ഹോസ്റ്റൽ എന്ന് വെച്ചാൽ ഈ ഒരു ഹോസ്റ്റലിൽ വന്നോണ്ടല്ലേ നിങ്ങൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ഈ 3 എന്ന് വെച്ചാൽ ലൈഫ് ലോങ് എനിക്ക് വേണമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇവിടെ നിന്ന് കളഞ്ഞിട്ട് പോകാനല്ല. മക്കളെ, അമ്മയ്ക്ക് കുറച്ച് ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, ഞാൻ പല പല ജീവികളെ കണ്ടു, പല പല എണ്ണത്തിനെ കണ്ടു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരെ ഉണ്ടായുള്ളൂ. എന്ത് കോപ്രായം കാണിച്ചാലും, എന്തൊക്കെ ഇടിയിട്ടാലും, എന്തൊക്കെ ചെയ്തിട്ട് പോയാലും ലാസ്റ്റ് ആ മുറിയിലോട്ട് വരുമ്പോഴായിരിക്കും അമ്മയ്ക്ക് സമാധാനം ഉള്ളത്. എനിക്ക് ലെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് എൻ്റെ ഫീലിങ്സും എൻ്റെ കാര്യങ്ങളും എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയതും പുറത്താരെയും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ആ റൂമിൻ്റെ അകത്തോട്ട് 203 നമ്മുടെ ഹോസ്റ്റൽ റൂമാണ്. ആ 203 കയറുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗാണ്. അവിടെ എത്തുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള എന്തുവാണേലും പുറത്ത് വരും. സോ അഫ്കോഴ്സ് നിങ്ങൾക്ക് എന്നെ പോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. ബട്ട് കിട്ടിയാൽ നല്ലത്, കിട്ടി അല്ലേ പോയി, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇവരെയൊക്കെ പരിചയപ്പെട്ടത് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അതായിരിക്കും. ഏറ്റവും നല്ല കൂട്ടുകാർ അവരായിരിക്കും. ലൈക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ 6th സ്റ്റാൻഡേർഡ് തൊട്ടാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിന് അറിയുന്നത്. അന്ന് തൊട്ടേ എൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കാം. അന്ന് തൊട്ടേ എനിക്ക് പിന്നെ അത് മാറുന്നത് എൻ്റെ 9, 10, +1, +2 അപ്പം തൊട്ട് എനിക്കൊരു രണ്ടല്ല എനിക്കൊരു കുട്ടി സർക്കിൾ ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞ ഉള്ളായിരുന്നു എനിക്ക് വരാറ്. ഇന്നിപ്പോൾ ഇവിടെ കുറേ ഇന്നിപ്പോൾ എനിക്ക് ആദ്യ ഗോപു നിങ്ങളുള്ള പോലെ എനിക്ക് അവിടെ ഉള്ളവരാണ് അഭിലേഷ്, അന്ന് സനത്തുണ്ടായിരുന്നു, ഇപ്പോൾ സനത്തിനെ കട്ട് ചെയ്തു. അഭിലേഷ്, റുക്സാന, ഋഷിയ, ഇവരിത്രയായിരുന്നു എനിക്ക്. അതേപോലെ എനിക്ക് ഇവിടെ അതേപോലെ കുറച്ച് ആൾക്കാർ ഇതിൽ നമുക്ക് എന്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഈഗോ ക്ലാഷസ് ഒന്നും ഇല്ല. ഈഗോ ക്ലാഷ് വന്നാൽ തന്നെ അത് സംസാരിച്ച് തീർക്കും. അങ്ങനെ വന്നിട്ടില്ല നമ്മൾ അമ്മ ഈഗോസ് ഒന്നും ഇല്ല. ബിക്കോസ് ഒരുത്തിക്ക് പഠിക്കണമെന്നില്ല. നമ്മളെ അമ്മ പ്രത്യേകിച്ച് അസൂയം കുറിച്ചൊന്നുമില്ല. ഒരുത്തി പഠിക്കുന്ന മറ്റൊരു പഠിക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. പഠിക്കുന്നവർ പഠിക്കുക, അല്ലാത്തവർ പഠിക്കണ്ട. ആ ഒരു ഇതായതുകൊണ്ട് നല്ല വൈബായിരുന്നു. നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടിയത് ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ 3rd ഇയർ ആയി. 1st ഇയർ 2nd ഇയർ ഒക്കെ എനിക്ക് കിട്ടിയത് പാമ്പുകളെ. അമ്മ മനസ്സിലൊക്കെ മറന്നു. അമ്മയ്ക്ക് ഫുള്ള് പാമ്പ് കടിയായിരുന്നു. ആയോ പറഞ്ഞ പോലെ ആയിട്ടുണ്ടോ? നമ്മൾ ആയോ എന്തോ ആയോ അതിങ്ങനെയൊക്കെ. I know like we will be succeeded. കാരണം ഓക്കെ ഇപ്പോൾ സക്സസ് ആയില്ലേലും കുഴപ്പമില്ല, എന്തേലും ഒരു കാര്യം നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമെന്ന് എനിക്കറിയാം. സോ അങ്ങനെ എനിക്ക് എന്താ പറയാനുള്ള നോ ടെൻഷൻസ്. ഇപ്പോഴുള്ള പോലെ ചിൽ മൈൻഡ് തന്നെ ആയിരിക്കണം അപ്പോഴും. ഇപ്പോൾ തന്നെ ഉള്ള പോലത്തെ ബാഡി തന്നെ ആയിരിക്കണം അപ്പോഴും. അവർക്ക് ചാൻസ് കൊടുക്കരുത്. നമ്മുടെ ഓപ്ഷൻസ് എപ്പോഴും ഇതായിരിക്കണം. സോ കീപ് യുവർ സെൽഫ് ഫസ്റ്റ്. ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ അപ്പോഴും ആയിരിക്കും. ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഈ റിലേഷൻസൊക്കെ അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് എന്നെപ്പറ്റി ലൈക്ക് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഇപ്പം എങ്ങനെയാണോ എനിക്ക് അപ്പോഴും ഇതേപോലെ ഇരിക്കണം. ഹാപ്പി ആയിരിക്കണം, നോ സ്ട്രെസ്, അത്ര.
എന്നുവെച്ചാൽ ഈ വീഡിയോ ഫസ്റ്റ് ഞാൻ എന്നുവെച്ചാൽ കുറച്ചും ഒരു 15 വർഷത്തിന് ശേഷം കാണുമ്പോൾ ആക്ച്വലി എന്തായാലും നിങ്ങളൊക്കെ എൻ്റെ ഒപ്പമാവില്ലായിരിക്കുന്നത്, പല പല ഇടത്തായിരിക്കാം. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അത് ഇത് കാണുമ്പോൾ ചിലപ്പോൾ കരച്ചിലായിരിക്കും വരുന്നത്. എൻ്റെ ഫസ്റ്റ് ഇമോഷൻ ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ ഞങ്ങൾ പിന്നെ എനിക്ക് എന്നുവെച്ചാൽ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് കുറേ അങ്ങ് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇത് ഒന്നും കൂടി ഈ പഴയ സംഭവങ്ങളെല്ലാം ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി അങ്ങ് ഓർക്കാനൊരു ഇതുണ്ടാകും. ഇച്ചിരി വിഷമമായിരിക്കും നന്നായിട്ട്, എനിക്കറിയില്ല. ഇനി നീ പൊട്ടത്തരത്തിലൊന്നും വീഴില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നീ നല്ല നല്ല അടിപൊളിയായി കാണും. നിനക്ക് നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ, അവരെയൊക്കെ നീ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ കരച്ചിൽ നീ ഇനി കരയത്തില്ലായിരിക്കും. അതേപോലെ തന്നെ ഈ ഉള്ള ഫ്രണ്ട്സിനെല്ലാം എന്താ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറയാം. നീ ചില്ലായിട്ടിരിക്കും. നീ ഭയങ്കര ഓവർ കെയർ ചെയ്യുന്ന എവിടെയും പോവില്ല. നിനക്കുള്ളവരെ മാത്രം നീ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമായിരിക്കാം. നീ നല്ല രീതിയിൽ നിന്റെ കരിയറിൽ ഫോക്കസ് ചെയ്യുമായിരിക്കും, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുമായിരിക്കും. നീ നല്ലൊരു സ്റ്റേബിൾ അല്ലെങ്കിൽ നല്ലൊരു സിറ്റുവേഷനിലായിരിക്കും ഇപ്പം നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതിനെ ചേഞ്ച് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളെ ഒന്നും നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെ മതി. എനിക്കതിനെ പ്രത്യേകിച്ചൊരു കാര്യം ചേഞ്ച് ചെയ്യണമെന്നില്ല. ഇല്ല, എനിക്കൊന്നും ചേഞ്ച് ചെയ്യണ്ട നിങ്ങളിൽ. ശിവയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ ശിവ എന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ കുറച്ച് മടി കാണിക്കാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ എന്നുവെച്ചാൽ ഏറ്റവും നല്ല സർക്കിളിലാണെങ്കിൽ പോലും അവരെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്ന പറയാതിരിക്കാറുണ്ട്. ആക്ച്വലി അത് കുറച്ചൊക്കെ മാറ്റാം. കാരണം ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടതാണ്. കാരണം ചില കാര്യങ്ങൾക്ക് നമുക്ക് മറ്റൊരാളുടെ ഒപ്പീനിയൻ അത്യാവശ്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ശിവയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ ശിവ ഇത്രയും ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവളെ മൈൻഡ് ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ അവളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നു. അവൾ എത്ര ഹെൽപ്പ് ചെയ്തും നന്നായി ചെയ്യും. പിന്നെ മിന്നുടെ കേസിൽ ശരി മടി എന്ന് പറഞ്ഞാൽ അവൾക്ക് മടി ഇല്ല. വീട്ടിലത്തെ അവൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തോളൂ. അതുകൊണ്ട് പിന്നെ ചില കാര്യങ്ങളൊന്നും പറയാനില്ല. എനിക്കെന്താ പ്രശ്നം നിന്റെ സർക്കിളൊന്ന് കുറയ്ക്കാൻ നോക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിന്റെ സർക്കിൾ ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. സോ നിനക്കത് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നീ അനാവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് നിനക്ക് നല്ല തലവേദനയാകും. 3 വർഷം ഒരാളെ പിടിച്ചോണ്ടിരിക്കുന്നത് മിന്നു. കാരണം സർക്കിളിൽ കുറേ പേരുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരെ എടുത്താൽ മതി. എണ്ണം കൂട്ടാൻ നിൽക്കരുത് എടുക്കുന്ന ആൾക്കാരുടെ. പഠിക്കാരുടെയോ മൊത്തത്തിൽ അവള് ഫുള്ളി പ്രശ്നമാണ് അവള്. അതെ മൊത്തത്തില് ആക്ച്വലി ആളുടെ മൂഡ് എപ്പോഴും മാറും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് എന്ന് വെച്ചാൽ രാവിലെ പണിക്കരെ വിളിക്കാൻ പേടി എനിക്ക്. കാരണം അവള് എങ്ങനെയില്ലേ വഴക്ക് പറയും. എനിക്കങ്ങ് വിഷമാകും അവള് വഴക്ക് പറയുമ്പോൾ. അപ്പോൾ ആളുടെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യുന്നത് പെട്ടെന്നാണ് ചേഞ്ച് ആവുന്നത്. അതൊന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ചില സമയത്ത് ഇപ്പം ആൾക്ക് ചിലപ്പോൾ നമുക്ക് അതിലും വെച്ചിട്ട് കുറച്ച് ടൈം തരാൻ പറ്റുന്നില്ലായിരുന്നു. ചില സിറ്റുവേഷൻ നമുക്ക് വന്നപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളവർ കാരണം എൻഗേജ് ആയിട്ട് ഇങ്ങോട്ടൊരു ടൈമിൻ്റെ കുറവുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി തന്നാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ തമ്മിലുള്ള മൊമെന്റ്സ് അത്രയും കുറവാകുന്നുണ്ട് ഇത് കാരണം. അത്രേ ഉള്ളൂ. അടിപൊളി. ഓക്കെ, ഫസ്റ്റ് പണിക്കർ എന്ന് പറയുമ്പം അവള് ഭയങ്കര ഡയറക്റ്റ് പറയും. മുഖത്ത് എടുത്ത് അടിച്ച് കൊന്നു പറയും. അവക്കത് കുറച്ചൊന്ന് ലൈക്ക് ഷുഗർ കോട്ട് ചെയ്ത് എടാ നീ അങ്ങനെ ചെയ്ത് തെറ്റാ എന്ന് പറയുന്നേക്കാൾ തന്നെ നീ അങ്ങനെ ചെയ്ത് തെറ്റാ, പക്ഷെ സാരമില്ല ഇങ്ങനെ പറയാം അവക്ക്. പക്ഷെ അവളത് മുഖത്തെ എടുത്തടിച്ച് പറയും. അവൾക്ക് ഞങ്ങളുടെ 3 പേരുടെയും എൻ്റെയും ശിവയുടെയും ശ്രീഷ്മിയുടെയും ലൈക്ക് ഡേറ്റ്സിന് പുച്ഛമാണ്. ഞങ്ങൾക്ക് വളരെ പുച്ഛമാണ്. ഞങ്ങളിങ്ങനെ ബെച്ച് എന്നും പറഞ്ഞാണ് ഞങ്ങൾ കാണിക്കുന്നത്. സോ പണിക്കറിനെ നമുക്ക് ഐ തിങ്ക് കുറച്ച് എക്സ്പ്രഷൻസ് കൺട്രോൾ ചെയ്യാം. പിന്നെ
ഈ പറഞ്ഞ പോലെ എടുത്തടിച്ച് പറയുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഷുഗർ കൂട്ടി ചെയ്തിട്ട് എടാ നീ അങ്ങനെ ചെയ്തത് കുറച്ച് നല്ലതാണ് പക്ഷെ അത്ര നല്ലതല്ല എന്നിങ്ങനെ പറയാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു പണിക്കത്ത്, നിക്കേ ഞാൻ ആലോചിക്കാം ആലോചിച്ചിട്ട് പറ. പണിക്കരാണ് വീഡിയോ എടുക്കണത്. എടുത്ത കാര്യം പറയണമല്ലോ. അവൾക്ക് എന്തേലും സംഭവം അവള് പറയും, ലൈക്ക് എന്റെ മുഖത്ത് നോക്കി പറയണമെന്ന്. പക്ഷെ ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. ഞങ്ങൾക്ക് പേടി അവളുടെ അടുത്ത് ഇപ്പൊ ഒരു കാര്യം ഉണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പറയും കേട്ടോ, ഞാൻ വന്നു അല്ല അത് ഞാൻ കുറച്ച് അക്സെപ്റ്റ് ചെയ്യും. അത് ആദ്യമേ കേൾക്കുമ്പോ ഇപ്പൊ ഞാനും എന്തെങ്കിലും എടുത്ത് പറഞ്ഞ നിനക്ക് വിഷമായില്ലേ? ഇവളോട് നമുക്ക് പറയാൻ പേടിയാ. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒക്കെ തോളി ഇങ്ങനെ കയറി പറയും, നീ ചെയ്തത് തെറ്റാ കേട്ടോ എന്നുള്ള രീതിയിൽ. സോ ഇപ്പൊ ഈയിടെയായിട്ട് പഠിക്കേണ്ട ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നത് ഇപ്പം എന്റെ ആണെങ്കിലും എനിക്കും പറ്റുന്നൊന്നുമില്ല. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞിരിക്കുക. അപ്പോ സ്റ്റിൽ നമ്മളെല്ലാരും കൂടെ ആ ഒരു നമ്മുടെ ആയിട്ടുള്ള ഒരു ടൈം കണ്ടെത്തുവാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. പിന്നെ ശിവ, മൈ ഗോഡ് ദാറ്റ് ഗേൾ, സീരിയസ്ലി ശിവയെ ഞാൻ 3 വർഷമായിട്ട് ഒരുമിച്ച. അവളെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഐ തിങ്ക് ശിവയുടെ കാര്യത്തിൽ എനിക്ക് ചേഞ്ച് ചെയ്യാവുള്ളതെന്ന് പറയുമ്പം അവള് നല്ല കുട്ടിയാണ്. അവളെ പറ്റി എനിക്ക് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഐ ഹോപ്പ് അവളുടെ ഹാപ്പിനെസ് മാത്രമല്ല അവളുടെ സാഡ്നെസ്സും കൂടെ ഷെയർ ചെയ്യണം. അവൾ ഒറ്റയ്ക്ക് സഫർ ചെയ്യുന്നത് എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവളെ സഫർ ചെയ്യണം, അതും അവളങ്ങനെ അവളുടെ ഒരു കാര്യങ്ങളും പുറത്തോട്ട് പറയത്തില്ല. സോ എനിക്ക് അവള് ഒരിക്കലും സഫർ ചെയ്യരുതെന്നുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പം ദാറ്റ്സ് വാട്ട് ഫ്രണ്ട്സ് ആർ ഫോർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണം. ഇപ്പം നല്ല കാര്യമാണെങ്കിലും പന്ന കാര്യമാണെങ്കിലും വിഷമമുള്ള കാര്യമാണെങ്കിലും സന്തോഷമുള്ള കാര്യമാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യണം. അവൾ പക്ഷേ ഹാപ്പിനെസ് മാത്രമേ ഷെയർ ചെയ്യൂ. അവളങ്ങനെ സാഡ്നെസ് ഒന്നും ഷെയർ ചെയ്യത്തില്ല, അവൾ സഫർ ചെയ്യുന്നൊന്നും പറയത്തില്ല. സോ എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവളുടെ കാര്യത്തിലെന്ന് പറയുമ്പം അത് മാത്രമേ കാണത്തുള്ളൂ. അവൾ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആവണം. അവളുടെ വിഷമങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് അനുഭവിക്കാതെ ബാക്കിയുള്ളവരോട് കൂടെ ഷെയർ ചെയ്യണം. അതായിരിക്കും ശ്രീഷ്മി. ശ്രീഷ്മിയുടെ സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല, എനിക്കൊന്നും പറയാൻ കുറ്റമൊന്നും ഇല്ല. അറിയോ? അവൾ എനിക്ക് കുറ്റമൊന്നും പറയാൻ തോന്നുന്നില്ല. അവൾ ഭയങ്കര ചിൽമ. അവൾ എനിക്കൊന്നും ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. എനിക്കൊന്നും ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. ഷീ ഈസ് സോ ഗുഡ്. ഐ ലവ് ഹർ. ശ്രീഷ്മി ഈസ് ലൈക്ക് എങ്ങനെയാണ്, ഒരാളെ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അവളങ്ങ് പാമ്പർ ചെയ്യും അവരെ അങ്ങ്. മീൻസ് പ്രത്യേകിച്ച് മിന്നുവിന്റെ പാമ്പറിങ് അറിയാലോ നിനക്ക്. അവള് നമ്മൾ തെറ്റ് ചെയ്താലും ശ്രീഷ്മി പറയും അത് ശരിയാ, അത് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് അത് കുറയ്ക്കാം ശ്രീഷ്മിയുടെ കാര്യത്തില്. പിന്നെ ശ്രീഷ്മിയുടെ കാര്യത്തിൽ എന്താ എനിക്ക് പറയാനുള്ളത്, അവള് ഭയങ്കര സ്ട്രക്ചേർഡാണ്. എന്ന് വെച്ചാൽ അവള് രാവിലെ എണീക്കും ഇത്ര പറയും. പക്ഷെ അത് കുറച്ചുകൂടി അവൾക്ക് പ്രൊഡക്റ്റീവ് ആക്കാം. അവള് പ്രൊഡക്റ്റീവ് അല്ല, അവൾക്കത് പ്രൊഡക്റ്റീവ് ആക്കാം. അവള് രാവിലെ എണീറ്റ് ചെയ്യുന്നുണ്ടാ റീല് കാണും. അവൾ എക്സാമിന്റെ തലേന്നിരുന്നും പഠിക്കൂല, അവള് രാവിലെ റീല് കാണും. അവള് കുറെ ചിന്തിക്കുന്നു പഠിക്കാമെന്ന്. അപ്പൊ അവൾക്കൊരു സമാധാനം കിട്ടും. അതൊക്കെ ഒന്ന് മാറ്റാം. ശിവയുടെ കാര്യത്തിൽ എന്താണ്, ശിവ സീരിയസ്. ശിവ എനിക്ക് കുറെ കാര്യങ്ങൾ ശിവയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശിവയെ ഞാനും ഭയങ്കര ദൂർത്താണ്, അത് മിന്നും ദൂർത്താണ്. എന്താണ് ശ്രീഷ്മ അത്ര ഇല്ല കേട്ടോ. ശ്രീഷ്മ ആ കാര്യത്തിലൊക്കെ നല്ല കുട്ടിയാണ് സീരിയസ്ലി. എന്താണ് ശിവ മെച്ചോടൊക്കെ തന്നെ. പക്ഷെ എന്താ കുറെ കാര്യങ്ങളിൽ അവള് മാറും. അത് അവള് തന്നെ മാറിക്കോളും. അവളിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലൈക്ക് പിന്നെ അവൾക്ക് ഇച്ചിരി റേസ്പെക്റ്റും കൂടുതലാണ്. അവൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്കും അതുണ്ടെന്ന്. മിന്നുവിന്റെ കാര്യത്തിൽ എന്താ പറയാ, അവളാണ് എല്ലാം. പക്ഷെ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ അല്ല. ഓക്കെ, അത് ചില സമയത്ത് നീ അക്സെപ്റ്റ് ചെയ്യണം. മെയിൻ ക്യാരക്ടർ എനർജി നമ്മുടെ ലൈഫിൽ മെയിൻ ക്യാരക്ടറാണ്. പക്ഷെ ചിലപ്പോൾ എല്ലാവരുടെ ലൈഫിലാവണമെന്നില്ല. ആ ഒരു കാര്യം നോക്കുക. എനിക്ക് 6 അടി പൊക്കമുള്ള ചെറുക്കനെ വേണം. ഇവരൊക്കെ പറയുന്നത് ഇവർക്ക് വണ്ണമുള്ള ചെറുക്കനെ അങ്ങനെ. എനിക്ക് 6 അടി പൊക്കമുള്ള ചെറുക്കനെ വേണം. നല്ല ബോഡി ആയിരിക്കണം, ഇങ്ങനെ നല്ല ആപ്സിന് വേണം. ഒരു 9 പാക്കെങ്കിലും വേണം. നല്ല മുടി വേണം. എൻ്റെ അച്ഛനെ പോലെ മുട്ടയൊന്നും ആവാൻ പാടില്ല. പിന്നെ നല്ല സ്വഭാവമായിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവൻ എന്നെ പോലത്തെ ഒരു ഗേളിനെ കിട്ടുവാണെങ്കിൽ അവനെന്തിനാ വേറെ ഗേൾസിനെ നോക്കുന്നത്? അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ചെറുക്കനും കൂടെ ആയിരിക്കണം. ഇപ്പം ഞാൻ ലോയലാണെങ്കിൽ അവൻ ലോയലായിട്ട് ഇരിക്കണം. അപ്പം ഞാൻ ചീറ്റ് ചെയ്തോ
ഞാൻ ചീറ്റ് ചെയ്യില്ല. അത് ഐ ആം സോ ലോയൽ. സോ ആറടി, നല്ല ബോഡി, നല്ല സ്വഭാവം, സംശയരോഗം ഇല്ലാത്ത ഒരാളെ ആയിരിക്കണം കേട്ടോ. എന്നെ വല്ല സംശയരോഗമാണെങ്കിൽ അവൻ്റെ തലയടിച്ചു പോകും. എനിക്ക് നാണം വരുന്നത്. ആക്ച്വലി ഞാൻ വലിയ കോൺസെപ്റ്റ് ഒന്നും പറഞ്ഞ് വെച്ചിട്ടൊന്നുമില്ല. ചെറുക്കൻ ഇങ്ങനെ ആയിരിക്കും ചെറുക്കൻ. എന്നാലും എല്ലാവരുടെ ഉള്ളിലും ഉള്ള പോലെ തന്നെ എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അനിയൻ്റെയും എൻ്റെ വീട്ടിൽ കുടുംബത്തിലെ ഒരു കസിൻസിനെയും പോലെ ആവരുത് കേട്ടോ. കാരണം അവരൊന്നും അത്ര സുഖമില്ലേ. എന്നെ നന്നായി റെസ്പെക്റ്റ് ഒക്കെ ചെയ്യണം. ഞാനൊക്കെ റെസ്പെക്റ്റ് കൊടുക്കും. പിന്നെ സെൽഫായിട്ട് എല്ലാ കാര്യവും ചെയ്യാനൊക്കെ അറിയണം. എനിക്ക് ഞാൻ പഠിപ്പിച്ചോളാം. ഞാൻ പഠിപ്പിക്കില്ല, ചെയ്യിപ്പിക്കും. പിന്നെ ഇങ്ങനെ ഹൈറ്റ് വെയിറ്റ് അങ്ങനെ വല്ല ആക്ച്വലി എന്നേക്കാൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ ആളാണെങ്കിൽ എനിക്കിഷ്ടമാണ്. ബോഡി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജിമ്മിൽ പോയി സെറ്റാക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജിമ്മിൽ പോയിക്കോളാം. സീരിയസ്ലി എനിക്ക് ട്രസ്റ്റ് കളയരുത്. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എനിക്ക് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. എനിക്ക് ട്രസ്റ്റ് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയാളായിട്ട് ഒരു ബന്ധവും കാണില്ല. പെട്ടെന്ന് ഞാൻ വലിയ ആ ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രസ്റ്റ് കളയരുത്. അതേപോലെ തന്നെ ലുക്സും അങ്ങനെയൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് ക്യാരക്ടർ നല്ലതായിരിക്കണം. മീൻസ് എന്നെ ഭയങ്കര ഒബ്സസ് ആവണമെന്നല്ല, എന്നാലും എൻ്റെ കാര്യങ്ങൾ പറയുന്നതൊക്കെ കേൾക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം. കുറച്ച് എന്താണ് ഇതുപോലെ നോക്കിയിട്ട് ചെയ്യണം. എന്നാലേ നമുക്കൊരു ഇത് വരുള്ളൂ. ഞാൻ നല്ല കെയറിങ് ആയിരിക്കും. ഞാൻ 100% ആയിരിക്കും എൻ്റെ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ അത് തന്നെ എനിക്കും തിരിച്ച് കിട്ടണം. എഫേർട്സ് ആണെങ്കിലും സെയിം ആയിരിക്കണം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കണം എപ്പോഴും. പക്ഷെ എപ്പോഴും 50-50 ഒന്നും ആവില്ല. എന്നാലും അത് മാനേജ് ചെയ്തോണം. എനിക്ക് അല്ലാണ്ട് വലിയ കൊണ്ട് ട്രസ്റ്റ് കളയരുത്. പെണ്ണിൻ്റെ പുറകെ പോയിരുന്നത് ഫീച്ചേഴ്സ് അതാ ഞാൻ പറയാം. ലുക്സ് എനിക്ക് വലിയ മാറ്റർ അല്ല. എനിക്ക് ചപ്പിയായിട്ടുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ്ലി എനിക്ക് ലുക്സ് മാറ്റർ അല്ല. എൻ്റെ ചെറുക്കൻ അല്ലെങ്കിൽ എന്നെ കിട്ടുന്ന പുള്ളി എന്നെ ചൂസ് ചെയ്തിരിക്കണം. അവന് എന്നെ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ പിള്ളേരെക്കാളും കൂടുതൽ എന്നെ വേണം ഇഷ്ടം. എന്നെ ഇഷ്ടപ്പെടുന്ന അതോ എനിക്ക് അങ്ങനെയുള്ളൂ. ഞാൻ കാര്യമായിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിങ്ങനെ നല്ല ഹൈറ്റ് വേണം. ഹൈറ്റ് വേണം. എനിക്ക് കൊടവാരൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഹൈറ്റ് ഉണ്ടായാൽ മതി. അത്യാവശ്യം ഹൈറ്റ് വേണം. അത്രേ ഉള്ളൂ. പിന്നെ പുള്ളി സ്വന്തമായിട്ട് ജോലി ചെയ്യണം. എനിക്ക് അവന്റെ പാത്രമൊന്നും കഴുകാൻ വയ്യ. സ്വന്തമായിട്ട് പാത്രം കഴുകണം. സ്വന്തമായിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവന് നിൽക്കണം. അത്രേ ഉള്ളൂ. എല്ലാം ഷെയർ ചെയ്ത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. മിന്നുവിനെ പറ്റി എന്താ, നമ്മൾ 3 വർഷം ഒരുമിച്ച് ജീവിച്ചതല്ലേ. നീയല്ലേ. പിന്നെ എന്താ, നമ്മൾ തമ്മിൽ ഒത്തിരി വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെല്ലാം ശരിയായി. എനിക്ക് ഇപ്പോഴേ സന്തോഷമായിരുന്നു. ശരിക്കും എനിക്ക് ഇത്രയും കാലം നിന്റെ അടുത്ത് എങ്ങനെ ഇതൊക്കെ പറഞ്ഞു തീർക്കണം, എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് സംസാരിക്കണം, ഇനി അവൾ എൻ്റെ അടുത്ത് വിടത്തില്ലേ, നീ എന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമാണ്. അപ്പൊ പിന്നെ നിനക്കതങ്ങ് നേരത്തെ ചെയ്താ പോരായിരുന്നോ? അതിനുള്ള ഗട്സ് എനിക്കുണ്ടോ? ഇല്ല. ഗട്സ് കുടിച്ചു കഴിഞ്ഞപ്പോഴാണോ വന്നത്? മനസ്സിലുള്ള എന്തൊക്കെയോ പുറത്തു വന്നപ്പോഴാണ് വന്നത്. അതുവരെ അതൊന്നും ഇല്ല. ആക്ച്വലി വിനുവിൻ്റെ അല്ലേ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. റൂമിൽ തന്നെയുണ്ട്. വെറുതെ പുറത്തോട്ട് ഇവരുടെയൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തെങ്കിലും ഇറങ്ങണം എന്ന് വെച്ചാൽ റൂമിൽ നിന്ന് ഇറങ്ങിയാലാണ് ഇവരുടെ ചില സംഭവങ്ങളൊക്കെ ഇറങ്ങി വരാന്ന് കരുതും. പിന്നെ അത് വേണ്ട, അവർക്കൊരു കട്ടിൽ തന്നെ മതി. കട്ടിലെന്ന് വെച്ചാൽ കട്ടിലിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. എല്ലായിടത്തും കൊച്ചിന് ഇടിക്കൽ മാത്രമേ ഉള്ളൂ. കാലായിക്കോട്ടെ സെൻസിറ്റീവ് ആട്ടോ എൻ്റെ മിന്നും. അതുകൊണ്ട് പിന്നെ എവിടെ ഇടിച്ചാലും വേദനയാ, അവർക്ക് എല്ലാം വേദനയാ. അവരുടെ എന്ന് വെച്ചാൽ മിന്നുവിൻ്റെ കേസിൽ ഫുള്ള് എന്ന് വെച്ചാൽ റൂം തന്നെ എന്തപ്പോൾ അത്യാവശ്യം ഫണ്ണായിട്ട് ഇൻസിഡൻസ് ഉണ്ട്. പുറത്ത് നോക്കുകയാണെങ്കിൽ പറയണ്ട, റൂമിൽ ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ പുറത്ത് പറയണ്ട. കണക്കാ എല്ലാം ഓൾ ഇൻ ഓൾ അല്ലേ. അവള് പഠിക്കണമെങ്കിൽ പഠിക്കും. അവൾക്ക് ബ്യൂട്ടിയുടെ കാര്യത്തിൽ അത് ഭയങ്കര സ്റ്റാൻഡേർഡാണ്. പാടുന്ന കാര്യത്തിൽ ഭയങ്കരമാണ്. ഓവറോൾ എല്ലാം ഉള്ളൊരു ക്യാരക്ടർ, എല്ലാം ഉള്ളൊരു സംഭവം. ക്യാരക്ടർ എന്ന് പറയാൻ എന്താണ്, കുഞ്ഞിക്കുട്ടിയാ. സീരിയസ്ലി അവള് ഭയങ്കര ഇൻവെൻച്ചറാണ്. ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതൊക്കെ ഇത്ര ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മൊണ്ണ കഥകളൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ ആലോചിക്കും. പക്ഷെ അത് ചിലപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം.
പിന്നെന്താ മിന്നൂസ് അടിപൊളി. മിന്നുവിന്റെ മക്കളത് കാണുന്നുണ്ടെങ്കിൽ ആന്റി വരും. ആന്റി വന്ന അമ്മേനെ പറ്റി കുറച്ചുകൂടി പറഞ്ഞേക്കാം. ഇപ്പൊ പറയാൻ കുറെ കിട്ടുന്നില്ല. ഞാൻ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രീഷ്മിയുടെ മോനെ കൊണ്ട് അതെന്താടി ഒരു നല്ല അമ്മായിയമ്മയായിരിക്കും. അതുകൊണ്ട് എന്റെ കൊച്ചിന് ശ്രീഷ്മിയുടെ കയ്യിൽ ഞാൻ അതെന്താ എനിക്കും പഠിക്കണം കുഴപ്പമില്ല. ഉണ്ടാകത്തില്ല. നിന്റെ പയ്യന്മാരൊക്കെ എങ്ങനെ ഇരിക്കും, എനിക്ക് പേടിയാണ് നിന്റെ പയ്യനെയൊക്കെ. ഓക്കെ. പക്ഷെ ശ്രീഷ്മി പെങ്കൊച്ചാണ്, ഞാൻ ശ്രീഷ്മിയുടെ മോനെ കൊണ്ട് കെട്ടിക്കും. ആങ്കൊച്ചോ? എനിക്ക് ആങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അങ്കച്ചൻ നല്ലതായിരിക്കും. ഞാനല്ലേ അവന്റെ അമ്മ, അതുകൊണ്ട് അവൻ നല്ലതായിരിക്കും. അപ്പൊ പിന്നെ അവൻ ഏത് പെങ്കൊച്ചിനെ കിട്ടിയാലും അവൻ നല്ല പോലെ നോക്കത്തുള്ളൂ. അപ്പൊ ഞാനും പണിക്കുന്ന ഏത് പെങ്കൊച്ചിനെ ചൂസ് ചെയ്യും? ഞാൻ മിക്കവാറും നിന്റെ കൊച്ചിനെ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. പണിക്കരെ കൊച്ചു മിക്കവാറും കരയുന്ന കൊച്ചായിരിക്കും. വേണ്ട, എനിക്ക് ഇത്രയും പണിക്കാരുടെ കൊച്ചുമായിട്ട് ഞാൻ കെട്ടിച്ചു വിട്ടാ പണിക്കാരും അമ്മായിയമ്മ തല്ലായിരിക്കും എന്റെ കൊച്ചു. ഉറപ്പായിട്ടും അമ്മായിയമ്മ തല്ലായിരിക്കും. പണിക്കാർ കട്ടി ശിവ. ഓ നോ 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 നോ, ശിവയും കട്ടി. ശ്രീഷ്മി ഓക്കെ. എന്റെ പിള്ളേരെ ശ്രീഷ്മി ശ്രീഷ്മി ആകുമ്പോ ഫുഡും കയ്യിൽ കൊടുത്തോളൂ, എല്ലാം ചെയ്ത് കൊടുത്തോളൂ. ശ്രീഷ്മി ഞാൻ ബയാസ്റ്റാന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഇത്രയും കേട്ടിട്ട് അല്ലാന്ന് വിചാരിക്കണേ. ഓക്കെ. ആക്ച്വലി അതൊരു ഫസ്റ്റ് ബോയ് ആണെങ്കിൽ അത് മിന്നു എന്ന് വെച്ചാൽ മിന്നുവിന്റെ പെങ്കൊച്ചിനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കും. പെങ്കൊച്ചിനെയും കൊണ്ട്. ഗേളാണെങ്കിൽ ശിവയുടെ ആങ്കൊച്ചിനെയും കൊണ്ട്. പിന്നെ നല്ല ഹൈപ്പർ ആക്റ്റീവായ വല്ല മകനോ മകളോ ആണെങ്കിൽ അത് പണിക്കരുടെ കൊച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. കാരണം പണിക്കർക്ക് കുറച്ച് മടി കൂടുതലാണ് കേട്ടോ. മിനുവിനുണ്ട്, പക്ഷെ മിനുവിന്റെ പെങ്കൊച്ച് അത് സെറ്റ് ആയിരിക്കും, അത് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് 3 കുട്ടികൾ വേണമെന്നാണ്. ഒന്നാലോചിച്ചോക്കെ. എനിക്ക് ആദ്യത്തെ പ്രസവത്തിൽ ചിലപ്പോൾ ട്വിൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ട്വിൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ട്വിൻസ് അല്ലെങ്കിൽ എനിക്ക് അല്ലാണ്ട് 3 കുട്ടികൾ വേണം. ബിക്കോസ് ഞാൻ 3 കുട്ടികളായിട്ടാണ് വളർന്നത്. അപ്പോൾ 2 പേരുടെ ഞാൻ ബോറായിരിക്കും. അപ്പം 3 പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ 3 പെൺപിള്ളേരാവാം, 3 ആൺപിള്ളേരാവാം, അല്ലെങ്കിൽ 2 പെൺപിള്ളേർ, എങ്ങനെയും ഇതപ്പാവാം. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തരാം. അങ്ങനെ സ്പെസിഫൈ ആയിട്ട് ആരുമില്ല. നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, 3 പേർക്കും തരാമല്ലോ. ആയിക്കോട്ടെ. ആക്ച്വലി ആളുടെ മൂഡ് എപ്പോഴും മാറും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് എന്ന് വെച്ചാൽ രാവിലെ പണിക്കരെ വിളിക്കാൻ പേടി എനിക്ക്. കാരണം അവള് എന്നില്ലേ വഴക്ക് പറയും, എനിക്കങ്ങ് വിഷമാകും അവള് വഴക്ക് പറയുമ്പോൾ. അപ്പോൾ ആളുടെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യുന്നത് പെട്ടെന്നാണ് ചേഞ്ച് ആവുന്നത്. അതൊന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ചില സമയത്ത് ഇപ്പം ആൾക്ക് ചിലപ്പോൾ നമുക്ക് അതിലും വെച്ചിട്ട് കുറച്ച് ടൈം തരാൻ പറ്റുന്നില്ലായിരുന്നു. ചില സിറ്റുവേഷൻ നമുക്ക് ഇന്നിപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളവർ കാരണം എൻഗേജ് ആയിട്ട് ഇങ്ങോട്ടൊരു ടൈമിൻ്റെ കുറവുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി തന്നാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ തമ്മിലുള്ള മൊമെന്റ്സ് അത്രയും കുറവാകുന്നുണ്ട് ഇത് കാരണം. അത്രയേ ഉള്ളൂ. പണിക്കരുമായിട്ട് അങ്ങനെ കണക്ഷൻ ഭയങ്കരമായിട്ടുള്ള മെമ്മറീസ് ഒന്നും എനിക്കില്ല. ഹാപ്പിയസ്റ്റ് മെമ്മറി ഇതൊക്കെ തന്നെ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഹാപ്പിയസ്റ്റ് മെമ്മറീസ് എനിക്കുള്ളത്. അല്ലാണ്ട് ഓരോരുത്തരുമായിട്ടുള്ളതൊന്നും എനിക്കില്ല. അങ്ങനെയൊന്നും ശരിക്കും എനിക്കില്ല. എന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോ ഒരാളെ എങ്ങനെ പുകഴ്ത്തി പറയുന്നേ? ഇൻവിസിബിൾ ആക്കി. പണിക്കരെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുമായിട്ട് ഞാൻ ഫ്രണ്ട്സ് ആവുമെന്ന്. ഇവിടെ ഫസ്റ്റ് ഞാൻ ശിവ ഈയിടയ്ക്ക് പറഞ്ഞപ്പോഴായിരുന്നു നമ്മൾ താഴത്തെ റൂമിൽ എന്തോ ഇവിടെ ആയിരുന്നു ഇടയ്ക്ക് വന്ന് നമ്മളോട് നിന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഇവിടെ നമ്മളോട് വന്ന് നിന്നിട്ടുണ്ടെന്ന്. അത്രയും നാളും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇവിടെ NSS കണ്ടപ്പോഴും എനിക്ക് വലിയ ആ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക്. ലൈക്ക് ആ ഒരു വൈബ്സ് ആയിരുന്നു പണിക്കരുമായിട്ട് വന്നത്. പിന്നെ പണിക്കരുമായിട്ട് റൂമിലോട്ട് മാറി ഷിഫ്റ്റ് ആയപ്പോഴും ഫസ്റ്റോ സെക്കൻഡ് ഡേയോ ഇവളുടെ ഏതോ ഒരു ഡേറ്റ് ഹിസ്റ്ററി പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവള് വാഴയാണ്. അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഓ മൈ ഗോഡ് എത്ര മണ്ടിയായിരുന്നു ഇവള്. പിന്നെ അങ്ങനെ ആയിരിക്കും ഞാനും പണിക്കരും തമ്മിലുള്ള ആ ഒരു അന്ന് നമ്മൾ രാത്രി ഒരു 2-1 മണി വരെ ഒന്ന് സംസാരിച്ചു. കുറെ നേരം ഇന്ന് സംസാരിച്ചു, നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡായി തുടങ്ങി. അങ്ങനെ ബ്രൈമോറൊക്കെ പോയി ഫ്രണ്ട്ഷിപ്പ് ബിൽഡായി. ടൂറിനൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്യും. രാത്രി ഇന്ന് ലേറ്റ് നൈറ്റ് ടോക്സ് ഒക്കെ ആയി. ഐ മിസ് ദാറ്റ് അബൌട്ട് യു. കാരണം ഇപ്പോൾ ഇവള് എനിക്ക് ടൈം തരുന്നില്ല. സോ എനിക്കത് വിഷമം വരുന്നത്. കാരണം നമ്മൾ
രാത്രിയിൽ എപ്പോഴും ഗോസിപ്പ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം അവൾ 9 മണി വരെ പോയി ചായ കുടിക്കും, എന്നിട്ട് ഏതും പറഞ്ഞ് കിടന്ന് ഉറങ്ങും, എന്നിട്ട് രാവിലെ വീണ്ടും 4 മണിക്ക് എന്തോ ഉച്ചയ്ക്ക് എണീക്കും. സോ യാ, പണിക്കർ ഈസ് എ വെരി ഗുഡ് ലോയൽ ഫ്രണ്ട്. യാ, ലോയൽ ഫ്രണ്ട്. നമുക്ക് ഒരാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവൾക്കും ഇഷ്ടമല്ല, അങ്ങനെ ആയിരിക്കും. പിന്നെ അവൾ മണ്ടിയാണ്, എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും. അവൾ ഭയങ്കര പെട്ടെന്ന് ബയാസ്ഡ് ആയി പോകും. ഇപ്പം യാ, പൊട്ടന്മാരെ ആയിരിക്കും പോയി വിശ്വസിക്കുന്നതൊക്കെ, നമ്മളല്ല കേട്ടോ, വേറെ ആൾക്കാർ. അവൾക്ക് ഇഷ്ടമില്ലാത്തവരെ എനിക്കും ഇഷ്ടമല്ല, ഞാനും ഭയങ്കര ബയാസ്ഡ്. നമ്മൾ ചുമ്മാ, നിങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ ചുമ്മാ നടക്കാൻ പോവുമായിരുന്നു. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ നടക്കാൻ പോവായിരുന്നു. അതെനിക്ക് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം, അങ്ങനെ നടക്കാൻ പോകാറ്. പിന്നെ ശ്രീഷ്മിയുടെ ഗുഡ് ക്വാളിറ്റി പറയണോ? ഗുഡ് ക്വാളിറ്റിയും ബാഡ് പറഞ്ഞാൽ ഷീസ് എ ഗുഡ് ഫ്രണ്ട്. അവൾ നല്ല ഫ്രണ്ടാണ്, അവൾ നല്ല ഫ്രണ്ട്. അവൾ നമ്മൾ എങ്ങനെയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നോളൂ. അവൾ നല്ലൊരു ഫ്രണ്ടാണ്, ഓവർ സപ്പോർട്ട് ചെയ്യണം. ചില സമയത്ത് അത്രയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല, ചില സമയത്ത് റിയാലിറ്റി കൊടുക്കണം. ശ്രീഷ്മി തരത്തില്ല. ശ്രീഷ്മി നമ്മൾ എന്ത് പറയുന്നു അത് ശരിയാണ്, തെറ്റാണോ? നോ നോ, എല്ലാം ശരിയാണ് ശ്രീഷ്മിക്ക്, അത് മാത്രമേ ഉള്ളൂ. ശ്രീഷ്മി ഈസ് എ കെയർടേക്കർ. ശ്രീഷ്മി എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്കറിയത്തില്ല, ഞാനെങ്ങാനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കെയർ ഓക്കെയാണ്, പക്ഷെ അവള് ഭയങ്കര കെയറിങ് ആണ്. എന്നെ അമ്മ എപ്പോഴും വഴക്ക് പറയും രാവിലെ എണീക്കാത്തതിന് ഫുഡ് എടുത്ത് വെക്കുന്നതിന്. എനിക്ക് തോന്നി ഈ ഒരു വർഷം മൊത്തം ശ്രീഷ്മിയാണ് നമുക്ക് ഫുഡ് രാവിലെ എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മളായിട്ട് എന്നും വിചാരിക്കും എണീക്കണമെന്ന് നടക്കാറില്ല. ശ്രീഷ്മി പാവം ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ അവൾ എല്ലാ കാര്യത്തിനും അവൾക്കൊരു ഇച്ചിരി ചിട്ടയൊക്കെ ഉണ്ട്. ഞങ്ങളെ പോലെ അല്ല, അവള് നല്ല കൊച്ചാണ്. ശ്രീഷ്മി എന്ന് പറയുമ്പോൾ കണ്ണിനൊക്കെ ഹാർട്ട് വരും. ശ്രീഷ്മി എന്ന് പറയുമ്പം എനിക്ക് മദർലി ഫീലാണ്. എനിക്ക് ഇവർ 3 പേരോട് 3 ഫീലാണ്. അവള് ശിവ സിസ്റ്റർ ഫീല്, പണിക്കർ കറക്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് കോഡഡാ. ശ്രീഷ്മി ഈസ് ലൈക്ക് അമ്മ കോഡഡ്, അമ്മുമ്മ കോഡഡ്. അതാണ് അമ്മുമ്മ അമ്മ. രാവിലെ 6 മണിയല്ല 8 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ചായ കുടിക്കാൻ വന്ന് ഇപ്പോൾ അതിനൊന്നും വിളിക്കാൻ വയ്യ. അവൾക്ക് എന്നെ ശല്യപ്പെടുത്താനൊന്നും വയ്യ. ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ് കേട്ടോ. അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് അവൾ എന്നെ വിളിക്കാനൊന്നും വരത്തില്ല. എനിക്ക് വേണ്ടി ഫുഡൊക്കെ എടുത്ത് താഴെ എടുത്ത് വെച്ചിരിക്കും, ചായ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് തരും. അവള് ഞാനൊരു അടുത്ത ജന്മത്തിൽ ജനിക്കുവാണെങ്കിൽ എനിക്ക് അവൾ എൻ്റെ അമ്മയായിട്ട് കിട്ടിയാൽ നല്ല സന്തോഷമായിരിക്കും. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിള്ളേരെ ഞാൻ അവൾക്ക് കെട്ടിച്ചു കൊടുക്കത്തോളൂ. ശ്രീഷ്മി ഈസ് മൈ എന്റെ ചങ്കിടുപ്പാണ് അവള്. എനിക്ക് അവള് ഭയങ്കര ഇഷ്ടമാണ്. ശിവയെ ഞാനും ഫസ്റ്റ് ഇയർ മുതൽ ഒരുമിച്ചായിരുന്നു. ഫസ്റ്റ് ഇയർ മുതൽ ഇപ്പൊ വരെ ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ നമ്മൾ ഓരോ ഫ്രണ്ട് സർക്കിളിൽ ട്രയോ ആയിട്ട് ലാസ്റ്റ് 2 ആയിട്ട് അവസാനിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ, ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്. ശിവയെ ഞാനും ഭയങ്കര 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 ക്ലോസാണ്. ഇപ്പം ഞാൻ ഫുള്ള് ശ്രീഷ്മിയുമായിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ശ്രീഷ്മിയുമായിട്ടാണ് കണക്റ്റഡ്. അല്ല, ഞാൻ ശിവയുമായിട്ടാണ് ആക്ച്വലി കണക്റ്റഡ്. ശിവ ലൈക്ക് ഷീസ് മൈ മോർ ദാൻ എ ഫ്രണ്ട്, ലൈക്ക് എ സിസ്റ്റർ. അവളെ ഞാൻ എൻ്റെ ഒരു സിസ്റ്റർ കാറ്റഗറിയിലാണ്. അവള് കാണിക്കുന്നതല്ല പൊട്ടിത്തരവാ, പറയുന്നതല്ല പൊട്ടിത്തരവാ. എന്താ ചെയ്യുന്നത് അവൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇമ്മിച്യൂറാ. അവള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇമ്മിച്യൂറാന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഷീ ഈസ് എ പ്ലേഫുൾ ക്യാരക്ടർ. അപ്പോൾ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശിവയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ റിലേറ്റ് ടു ഹെർ. പക്ഷേ അവള് ചില കാര്യങ്ങൾ ഞാൻ റിലേറ്റ് ആവല്ല. അവള് ഭയങ്കര മണ്ടിയാ. ബട്ട് ഐ ലവ്, ഐ റിയലി 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 ലവ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. ശിവയുടെ കാര്യത്തിൽ എന്താണ്, ശിവ സീരിയസ്. ശിവ എനിക്ക് കുറേ കാര്യങ്ങൾ ശിവയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശിവയെ ഞാനും ഭയങ്കര ദൂർത്താണ്, അത് മിന്നും ദൂർത്താണ്. എന്താണ് ശ്രീഷ്മ അത്ര ഇല്ല കേട്ടോ. ശ്രീഷ്മ ആ കാര്യത്തിലൊക്കെ നല്ല ഊരിയാണ് സീരിയസ്ലി. എന്താണ് ശിവ മെച്ചോടൊക്കെ തന്നെ. പക്ഷെ എന്താ കുറേ കാര്യങ്ങളിൽ അവൾ മാറും, അത് അവൾ തന്നെ മാറിക്കോളും. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലൈക്ക് പിന്നെ അവൾക്ക് ഇച്ചിരി റേജ് ബേറ്റിംഗ് കൂടുതലാണ്. അവൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്കും അതുണ്ടെന്ന്. പിന്നെ ശിവ അവളെന്ത് എത്ര പാവം എനിക്കറിയത്തില്ല. ഒരു പാവം പിടിച്ച കൊച്ച ഇങ്ങനെ സഹായം ചെയ്തുകൊണ്ട് പിന്നാലെ നടക്കും പാവണം. പക്ഷെ അവളെ ഒന്ന് സുള്ളിലുള്ള കാര്യമൊന്നും പറയത്തില്ല. പക്ഷെ നല്ല രസമാണ്, കുടിച്ച പ്രത്യേക രസമാണ്.
നാലടുത്തായിരിക്കാം, ചിലപ്പോൾ ചിലവർ ഒരുമിച്ചായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, നമുക്ക് കാണാൻ പറ്റുമെന്നും അറിയില്ല. നിന്നും ഇപ്പം ഹൈദരാബാദ് അല്ലെങ്കിൽ മുംബൈയിൽ പോകുമായിരിക്കാം, രശ്മീൻ്റെ കാര്യം അറിയില്ല, ശിവ ചിലപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമോ എന്നൊന്നും അറിയില്ല. ശിവ വയനാടാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ കാണും, എന്നാലും പിന്നെ അങ്ങോട്ട് എന്തായിരിക്കും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയായാലും കോണ്ടാക്ട് എന്ന് പറയുന്ന ചുരുങ്ങും. എന്നും നമ്മൾ സംസാരിക്കുമൊന്നും കാണില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയം നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ബോണ്ട് കട്ടായി പോകരുത്. അതിന് പകരം നമ്മൾ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് പറ്റുന്ന സമയത്ത് കാണാൻ പറ്റുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്ന് കൂടുക. അത് പെട്ടെന്ന് ഒരു വർഷത്തിനകത്ത് അങ്ങനെയൊന്നും അല്ല. നമുക്ക് പറ്റും, നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ പോയ ട്രിപ്പുകൾ പോലെ നമുക്ക് ഒന്നുകൂടി ട്രിപ്പ് പോകാം ഫ്യൂച്ചറിൽ. ഇതൊക്കെ തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എനിക്ക് ഭയങ്കര വാല്യുവബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയത്. ഐ ഹോപ്പ് ബാക്കിയുള്ളവർക്കും അത്രയും ഇമ്പോർട്ടൻസും വാല്യുവബിളും ആയിട്ട് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം ഇത്. അവർ മറ്റാരോ എന്തോ പറഞ്ഞ് ഇവിടെ ആരോ എന്തോ ഇതൊക്കെ കേട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പൊളിയാൻ പാടില്ല. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി ചോദിച്ച് പറഞ്ഞ് രണ്ട് തെറി പറഞ്ഞാലും കുഴപ്പമില്ല, പിണങ്ങിയിരുന്നാലും കുഴപ്പമില്ല. ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ തിരിച്ച് ഒന്നിച്ച് വരണം. പിന്നെ ഞാൻ പണിക്കാരനെയൊക്കെ വിളിച്ച് കടം ചോദിക്കും. ഞാൻ എല്ലാവരെയും വിളിച്ച് കടമൊക്കെ ചോദിക്കും. പിന്നെ നമ്മൾ പ്രോമിസ് ഭാവിയിൽ ഞാൻ ഇവർക്ക് വേണ്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ സ്വന്തമായിട്ട് ഒരു ലെവലിൽ എത്തുമ്പം എൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ ഒരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ആക്ച്വലി ഈ ഫ്രണ്ട്ഷിപ്പിൽ എന്ന് വെച്ചാൽ എപ്പോൾ കണ്ടാലും സെയിം ഇവിടെ നിന്ന് എന്തായിരുന്നു അത് ഞാൻ എപ്പോഴും എനിക്ക് തരാൻ പറ്റും. അതെനിക്ക് ഞാൻ ഉറപ്പായിട്ട് പ്രോമിസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്തൊരാവശ്യത്തിനും എന്ത് വിളിച്ചാലും ഞാൻ അവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കാൻ പറ്റും. ശ്രമിക്കും. നമുക്ക് നമ്മളെല്ലാവരും സെറ്റിലായി കഴിഞ്ഞിട്ട് ഒരു വട്ടം ഒന്നൊന്നുമല്ല നമുക്ക് കാണണം. പിന്നെ കോണ്ടാക്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എനിക്കത് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നൊന്നും. ഞാൻ നിങ്ങളെന്നും വിളിക്കുകയൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുക ഇങ്ങനെ തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെ വേണം. ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഇപ്പം കണ്ടാലും നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുണ്ട്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. Okay, hi girls. Hi babies. This is your sexy mommy. Actually ഞാനിപ്പം ഹോസ്റ്റലിലാണ്. ഇന്നത്തെ ഡേറ്റ് എന്താ? May 8, 2026 ആണ്. മോമി ആക്ച്വലി ഇന്ന് വീഡിയോ എടുക്കാൻ പ്ലാൻ ഇട്ടേക്കുക. സോ ഇപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും ഫ്യൂച്ചറിലോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അതൊക്കെ ലാസ്റ്റ് പറയാം. നീ ഇപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് കളഞ്ഞു. ഓക്കെ മക്കളെ, ഇതാണ് നിങ്ങളുടെ മമ്മീൻ്റെ സ്റ്റാൻഡേർഡ്. ഓക്കെ ഹായ്, ഞാൻ അമൃത പണിക്കർ. നമ്മൾ 4 ഗ്രൂപ്പിലെ 4ാമത്തെ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ പറയാ, എനിക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും വരുന്നില്ല. പിന്നെ ഭാവിയിൽ കാണുന്നതിൻ്റെ അതിങ്ങനെ പറ. ഇപ്പൊ പിള്ളേരെ കാണുന്നെങ്കിൽ ഹായ് പിള്ളേർ, ഞാൻ ഹായ് ബേബി. ഞങ്ങളുടെ ആൻറ്റിമാരിൽ ഒരു ആൻറ്റിയാണ് ഞാൻ. പണിക്കെന്നാണ് ഇവരെല്ലാം എന്നെ വിളിക്കുക. എൻ്റെ പേര് അമൃത പണിക്കർ. പക്ഷെ ഇവരെല്ലാം എന്നെ പണിക്കെന്ന് വിളിക്കുക. അപ്പം ഞാൻ നിങ്ങളുടെ പണിക്ക് ആൻറ്റി, ഒരു അമ്മു ആൻറ്റി, ഏതായാലും മതി. നമുക്ക് രാജസ്ഥാനിൽ മീറ്റ് ചെയ്യാം. ചൂടായ എന്താ ജയ്പൂരിൽ പോവാം. അവിടെ പോവാം. അവിടെ പോവാം. ആരുടെ കല്യാണം ആയിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഫസ്റ്റ് നടക്കാൻ പോണേ? ഒന്ന് ആലോചിച്ച് ഇത്ര പോയിട്ട് ഫസ്റ്റ് എന്റെ കല്യാണം പറ. ആക്ച്വലി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ആൻറ്റിമാരെ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എൻ്റെ മാത്രം വീഡിയോ അല്ല വരുന്നത്, ഇതിനോടൊപ്പം നിങ്ങളുടെ ആൻറ്റിമാരുടെയും വീഡിയോ വരും. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ആ ടൈമിൽ ഇപ്പോൾ ഇവരെന്തായാലും പഠിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ നിങ്ങളെ എന്തായാലും പരിചയപ്പെടുത്താതിരിക്കില്ല. കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ബർത്ത്ഡേക്കായാലും എന്തിനാണെങ്കിലും അവർ എത്താൻ പറ്റിയില്ലെങ്കിലും അവരുടെ ഒരു പ്രസൻസിനാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ അറിയിക്കും. അത് ഞാൻ ഉറപ്പ് വരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴായാലും അവർ നല്ല ഫെമിലിയർ ആയിരിക്കും. ചിലപ്പോൾ അതിൽ ചിലവർ നിങ്ങളുടെ ബെസ്റ്റ് ആയിരിക്കും, നിങ്ങളുടെ ബെസ്റ്റ് ആൻറ്റീസ് ആയിരിക്കും, പറയാൻ പറ്റില്ല. സോ
അറിയാൻ പറ്റും നമ്മൾ ഇങ്ങനെയായിരുന്നു എന്ന്. അവസാനമായിട്ട് പറയാനുള്ളത് എൻ്റെ മറ്റു കൂട്ടുകാർക്ക് എൻ്റെ കോളേജിലുണ്ട് ചുറ്റിനും പുറ്റിരികൾക്ക് നിങ്ങൾ ഇത് കണ്ട് ജലസാവരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കാം. ഫാത്തിമ ഐ ലവ് യു. ഫാത്തിമ യു ആർ മൈ. എനിക്ക് 2 ഹാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ 2 നീ ആയിരുന്നു. ഐ ഹോപ്പ് ഐ എം ഹാപ്പി. എവിടെയാണെങ്കിലും എന്തുവാണെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കണം, ഞാൻ കംഫർട്ടബിൾ ആയിരിക്കണം. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി കുറച്ച് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും ഒന്നും വരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എന്ത് സ്ട്രെസ്ഡ് ആയി കാണുമോ എന്ന്. ഞാൻ ഇവരോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര ചില്ലായിരുന്നു. ഇവരുടെ 3 വീഡിയോ ഞാൻ എടുത്തത്. പക്ഷേ പെട്ടെന്ന് എന്നോട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഓ മൈ ഗാഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിളാക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ചില്ലായിട്ടിരുന്നാൽ മതി. നല്ലൊരു ബൈ പറയൂ. ബൈ കിഡ്സ്. ഓക്കെ, ലവ് ഫ്രം മമ്മി. എന്താണ് ശിവ ഇവിടെ നടക്കുന്നത്? എന്താണ് ശിവ ശിവയുടെ you.